അടുത്ത സെക്ഷൻ ഊർജ പരിവർത്തനത്തിനെ കുറിച്ച് പറയുന്നു. ഏതൊരു വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിൽ ഒരു ഊർജം വേറൊരു ഊർജമായിട്ട് മാറും. എക്സാമിന് ചോദിക്കുന്നതും ഇത് തന്നെയായിരിക്കും. ഒരു ലിസ്റ്റ് ഓഫ് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം തന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്. ഒരു ഊർജം ഒരു ഊർജമായിട്ടായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ഊർജമായിട്ട് മാറിയേക്കാം. പക്ഷേ PSC ഒരിക്കലും ഒരു ഊർജം പല ഊർജമായിട്ട് മാറുന്നു എന്നതിലേക്ക് ശ്രദ്ധിക്കാറില്ല. ഒരു ഊർജം വേറൊരു ഊർജമായിട്ട് മാറുന്നു. വൺ എനർജി ടു വൺ എനർജി. ഇനി ഏത് എനർജിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വസ്തുവിൻ്റെ മേജർ പർപ്പസ് എന്താണോ ആ പർപ്പസിൽ നിന്നായിരിക്കും നമ്മൾ ആ ഊർജ്ജ രൂപത്തെ കണ്ടെത്തുന്നത്. കത്തുന്ന മെഴുകുതിരി ചോദിച്ചു എന്ന് വിചാരിച്ചേക്കുക. കത്തുന്ന മെഴുകുതിരിയിൽ പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്, താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏതെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തുന്ന മെഴുകുതിരി ഒരിക്കലും ചൂടാക്കാൻ യൂസ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല, പ്രകാശം തരാനാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ വൺ എനർജി ടു വൺ എനർജി അവർ ചോദിക്കും. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് നേരെ ലിസ്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഡൈനാമോ. നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഡൈനാമോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ ബാക്കിലിരിക്കുന്ന ചെറിയ സാധനം വീല് കറങ്ങുമ്പോഴത്തേക്ക് ലൈറ്റ് കത്താനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡൈനാമോ ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിൽ വെക്കേണ്ടത് അവിടെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത് എനർജിയായിട്ട് മാറുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീല് കറങ്ങുന്നു, യന്ത്രം പ്രവർത്തിക്കുന്നു. ഏത് എനർജിയാണെന്ന് വെച്ചാൽ യാന്ത്രിക ഊർജ്ജം. ഏത് എനർജിയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമോയുടെ ഉള്ളിൽ വീല് കറങ്ങി എന്ത് എനർജി ഉണ്ടാകുന്നു? വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നു. ആ വൈദ്യുതി പോയിട്ടാണ് പിന്നെ ബൾബ് കത്തുന്നത്. അങ്ങോട്ടല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ ഡൈനാമോയിലേക്ക് ശ്രദ്ധ കൊടുത്തേക്കുക. യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മെക്കാനിക്കൽ എനർജി. ഈ ഊർജ്ജത്തെ അത് വൈദ്യുതോർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു. ഡൈനാമോ കഴിഞ്ഞു. അടുത്തത് വൈദ്യുത ജനറേറ്റർ. ഇലക്ട്രിക് ജനറേറ്റർ. വീട്ടിൽ വൈദ്യുതി ഉണ്ടാകുന്ന ജനറേറ്ററാണെന്ന് വിചാരിച്ചേക്കുക. അല്ലെങ്കിൽ സിംപ്ലി മനസ്സിൽ വെക്കേണ്ടത് ഒരു കല്യാണ പറമ്പിൽ ഇലക്ട്രിസിറ്റി കിട്ടാനായിട്ട് നമ്മൾ വെക്കുന്ന ആ ചെറിയ ജനറേറ്റർ. യന്ത്രം പ്രവർത്തിക്കുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നു. എന്ത് കിട്ടുന്നു വെച്ചാൽ നമുക്ക് വീട്ടിലേക്കുള്ള വൈദ്യുതി കിട്ടുന്നു, അല്ലെങ്കിൽ കല്യാണ പറമ്പിലേക്ക് ഉള്ള വൈദ്യുതി കിട്ടുന്നു. വൈദ്യുത ജനറേറ്റർ സെയിം എനർജി കൺവേർഷൻ തന്നെ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റും. അടുത്തത് ഫാൻ. ഇലക്ട്രിക് ഫാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി ആദ്യമേ കൊടുക്കുന്നു, സ്വിച്ച് ഇടുന്നു, അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി വരുന്നു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ യന്ത്രം അങ്ങോട്ട് പ്രവർത്തിക്കും. ഊർജ്ജ പരിവർത്തനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം ഫാനിലേക്ക് വരുന്നു. ഫാൻ എന്താക്കി മാറ്റുന്നു? തന്നെ യാന്ത്രിക ഊർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അടുത്തത് ഇസ്തിരിപ്പെട്ടി. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്നത്. ഇലക്ട്രിക് അയൺ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജമാണ് നമ്മൾ ഇസ്തിരിപ്പെട്ടിയിലേക്ക് ഇലക്ട്രിക് അയണിലേക്ക് കൊടുക്കുന്നത്. എന്ത് എനർജിയെ നമുക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചത് താപോർജ്ജമായിട്ടാണ് മാറുന്നത്. നെക്സ്റ്റ് വൺ വൈദ്യുത ബൾബ്. നമ്മുടെ വീട്ടിലുള്ള ബൾബിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെയും വൈദ്യുതോർജ്ജം തന്നെയാണ് എടുക്കുന്നത്. ഏത് ഊർജ്ജമാക്കി മാറ്റുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. താപോർജ്ജവുമാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ എക്സാമിന് ചിലപ്പോൾ താപോർജ്ജം എന്ന് പറയുന്നത് തരണമെന്ന് നിർബന്ധം പറയുന്നില്ല. എക്സാമിന് മേജർ വൈദ്യുതോർജ്ജത്തെ മേജർ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു എന്ന് മാത്രമായിരിക്കും തരുന്നത്. അല്ലെങ്കിൽ ചോദ്യത്തിൽ വ്യത്യാസം വരാം. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജമായി മാറുന്നു എന്ന് ചോദിക്കാം. A ഓപ്ഷൻ പ്രകാശം തരും, B ഓപ്ഷൻ താപോർജ്ജം തരും, C ഓപ്ഷൻ എയും ബിയും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയും ബിയും എന്നുള്ള ആൻസർ ആയിരിക്കും ശരിയായ ഉത്തരമായി വരുന്നത്. നെക്സ്റ്റ് വൺ ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ നോക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ നോക്കേണ്ടത് മൈക്രോഫോണാണ്. സാധാ നമ്മുടെ മൈക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സംസാരിക്കുന്നു, എൻ്റെ ശബ്ദോർജ്ജം മൈക്രോഫോണിൽ എന്തായി മാറുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വൈദ്യുത ഊർജ്ജമായിട്ടാണ് മാറുന്നത്. മൈക്രോഫോൺ ഊർജ്ജ പരിവർത്തനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദോർജ്ജം മൈക്രോഫോണിൽ വെച്ച് വൈദ്യുതോർജ്ജമായി മാറുന്നു. അതിനുശേഷം ലൗഡ് സ്പീക്കറിലേക്ക് പോകുന്നു. ഉച്ചഭാഷിണി അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ. മൈക്കിൽ നിന്ന് വരുന്ന ഈ വൈദ്യുതോർജ്ജത്തെ ലൗഡ് സ്പീക്കറിൽ എത്തുമ്പോൾ എന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ആ വൈദ്യുതോർജ്ജം എടുക്കും ലൗഡ് സ്പീക്കറിൽ. ആ വൈദ്യുതോർജ്ജത്തെ അത് ശബ്ദോർജ്ജമാക്കി തിരിച്ചു മാറ്റുന്നു. രണ്ട് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. മൈക്രോഫോൺ സിംപ്ലി മൈക്കാണ് ഉദ്ദേശിക്കുന്നത്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റും. അടുത്തത് ലൗഡ് സ്പീക്കർ. ഈ വൈദ്യുതോർജ്ജത്തെ അതെന്താക്കി മാറ്റും? ശബ്ദോർജ്ജമാക്കി മാറ്റും. അടുത്തത് വൈദ്യുത മോട്ടർ. നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടറിനെ കുറിച്ച് ഓർത്താൽ മതി. വൈദ്യുത മോട്ടർ വൈദ്യുതോർജ്ജം എടുക്കും. ആ യന്ത്രം അങ്ങോട്ട് പ്രവർത്തിക്കും. ഏത് എനർജിയായിട്ട് മാറുന്നത്? യാന്ത്രിക ഊർജ്ജമായിട്ട് മാറും. വൈദ്യുത മോട്ടറിലെ ഊർജ്ജ പരിവർത്തനം ചോദിച്ചാൽ വൈദ്യുതോർജ്ജത്തെ അത് യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇലക്ട്രിക് ഹീറ്റർ.
ഇലക്ട്രിക് ഹീറ്റർ വെള്ളം ചൂടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ത് കൊടുത്തിട്ട്? ഇലക്ട്രിസിറ്റി, വൈദ്യുതി കൊടുക്കും. എന്താക്കി മാറ്റുന്നതിനെ? താപ ഊർജ്ജമാക്കി മാറ്റും. ഇലക്ട്രിക് ഹീറ്റർ വരുന്നു, വൈദ്യുതോർജ്ജം എടുത്ത് എന്ത് എനർജിയാക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റും. അടുത്തത് ഇലക്ട്രിക് ബെൽ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബെല്ല് ഇലക്ട്രിക് ആണെങ്കിൽ ആദ്യത്തെ ഊർജ്ജം എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയാക്കും. ബെല്ലാണ് ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഊർജ്ജ പരിവർത്തനം നോക്കുകയാണെങ്കിൽ അതെന്താക്കി മാറ്റിയിട്ടുണ്ടാവും? ശബ്ദോർജ്ജമാക്കി മാറ്റിയിട്ടുണ്ടാവും. അടുത്തത് ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് എനർജി എടുത്തു എന്തോർജ്ജമാക്കി മാറ്റും? സ്റ്റൗ ആണ്, കുക്ക് ചെയ്യണം, താപോർജ്ജമാക്കി മാറ്റും. ലാസ്റ്റ് വൺ ടെലിവിഷൻ. നമ്മുടെ ടി വിനെ കുറിച്ച് പറയുന്നു. വൈദ്യുതോർജ്ജം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ടി വി ചൂടാകുന്നുണ്ട്, താപോർജ്ജവും ഉണ്ടാകാറുണ്ട്. ടെലിവിഷൻ കാര്യമായിട്ട് ക്വസ്റ്റ്യനിൽ കാണാറില്ല. വരികയാണെങ്കിൽ ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവും താപോർജ്ജവും കൊടുത്ത് ഓൾ ഓഫ് ദ എബോവ് എല്ലാം ഉത്തരമാണെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഹെയർ ഡ്രയർ. ഹെയർ ഡ്രയർ ഇലക്ട്രിസിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഹെയർ ഡ്രയർ വൈദ്യുതോർജ്ജം. ഹെയർ ഡ്രയറിൽ നിന്ന് ശബ്ദോർജ്ജം വരുന്നുണ്ട്. ഹെയർ ഡ്രയർ ചൂടാകുന്നുണ്ട്, താപോർജ്ജം. ഹെയർ ഡ്രയറിലെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, ഏത് എനർജി പറയാം? ഗതികോർജ്ജം. ഹെയർ ഡ്രയറിൽ 3 ഊർജ്ജമാക്കി മാറുന്നു എന്ന് പറയാം. ശബ്ദോർജ്ജം വരുന്നു, താപോർജ്ജം വരുന്നു, ഗതികോർജ്ജം വരുന്നു. ഇലക്ട്രിക് ഓവൻ. ഇലക്ട്രിക് ആണ്, ഏത് എനർജി പറയാം? വൈദ്യുതോർജ്ജം പറയാം. ഓവനാണ്, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഏതായിരിക്കണം? താപോർജ്ജമായിരിക്കും. ഇലക്ട്രിക് ഓവനിലെ ഊർജ്ജ പരിവർത്തനം വന്നു, വൈദ്യുതോർജ്ജത്തേത് താപോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ. ഓൾറെഡി നമ്മൾ ലൗഡ് സ്പീക്കർ പറഞ്ഞു. മൈക്രോഫോണിലെ ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണെന്ന്. അടുത്തത് സോളാർ സെൽ. സോളാർ സെൽ. സോളാർ എന്നൊരു ടേം കേൾക്കുമ്പോഴേ മനസ്സിൽ വരേണ്ടത് സൂര്യനെക്കുറിച്ചും സൂര്യൻ എന്ന പ്രകാശത്തെക്കുറിച്ചുമാണ്. സോളാറിൽ എനർജി കൺവേർഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശോർജ്ജത്തെ അവിടെ അത് വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോളാറിലെ ഊർജ്ജ പരിവർത്തനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോളാർ സെല്ലിലെ ഊർജ്ജ പരിവർത്തനം ചോദിച്ചാൽ പ്രകാശോർജ്ജം എടുക്കും. സൂര്യൻ എന്ന പ്രകാശോർജ്ജത്തെ അത് അങ്ങോട്ട് എടുക്കുന്നു, ആ ഊർജ്ജത്തെ അത് വൈദ്യുതോർജ്ജമാക്കി മാറ്റും. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. ഇവിടെയും പ്രകാശോർജ്ജമാണ് എടുക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ അത് മേജറായിട്ട് എടുക്കുന്നു. ഈ ഊർജ്ജത്തെ അത് എന്താക്കി മാറ്റുന്നു? രാസോർജ്ജം, കെമിക്കൽ എനർജിയാക്കി മാറ്റും. അടുത്ത വരുന്നു കത്തുന്ന മെഴുകുതിരി, ഒരു ബേണിംഗ് ക്യാൻഡിൽ. കത്തുക എന്ന് പറയുന്നതും ഒരു രാസപ്രവർത്തനം. ഊർജ്ജ സംരക്ഷണ നിയമത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഊർജ്ജ പരിവർത്തനത്തിലേക്ക് പോവുകയാണെങ്കിൽ രാസോർജ്ജമാണ് നടക്കുന്നത്. രാസോർജ്ജത്തെ എന്ത് ഊർജ്ജമാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശോർജ്ജമായിട്ടും താപോർജ്ജമായിട്ടും. പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട് മെഴുകുതിരി കത്തുമ്പോൾ, കൂടാതെ താപം, ചൂടും ഉണ്ടാകുന്നുണ്ട്. എക്സാമിന് ചോദിക്കുമ്പോൾ ഓർമ്മിപ്പിച്ചു, താപോർജ്ജം കൊടുക്കണം നിർബന്ധം പറയുന്നില്ല. കത്തുന്ന മെഴുകുതിരിയിൽ രാസോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു എന്ന് മാത്രമായിരിക്കും മിക്ക സമയത്തും കാണാറുള്ളത്. അടുത്തത് തീപ്പെട്ടികൊള്ളി കത്തുമ്പോൾ. കത്തുക രാസപ്രവർത്തനമാണെന്ന് പറഞ്ഞു. രാസോർജ്ജത്തെ ഇവിടെയും എന്താക്കി തന്നെയാണ് മാറ്റുന്നത്? തീപ്പെട്ടി കത്തുന്നു, പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്, താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഗ്യാസ് സ്റ്റൗ വരുന്നു. കെമിക്കലാണ്, രാസോർജ്ജം ഏതൊക്കെ മാറുന്നു? പ്രകാശോർജ്ജവും താപോർജ്ജവുമായി തന്നെ മാറുന്നു. അടുത്തത് സ്റ്റോറേജ് സെൽ, സംഭരണ സെൽ. നമ്മുടെ ഒരു ബാറ്ററി ആലോചിച്ചാൽ മതി. രാസോർജ്ജത്തെ എന്തൂർജ്ജമാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈദ്യുതോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു സംഭരണ സെല്ലിൽ. ലാസ്റ്റ് വൺ വരുന്നു ആവിയന്ത്രം, ഹീറ്റ് എൻജിൻ അല്ലെങ്കിൽ ആവിയന്ത്രം. താപോർജ്ജത്തെ ഒരു കൽക്കരി തീവണ്ടി ആലോചിച്ചാൽ മതി. നമ്മൾ കൽക്കരി ഇട്ട് കത്തിക്കുന്നു, ഏത് ഊർജ്ജം കിട്ടുന്നു? താപോർജ്ജമാണ് കിട്ടുന്നത്. ഏത് ഊർജ്ജമാക്കിയാണ് മാറ്റുന്നത്? ആ യന്ത്രം അങ്ങോട്ട് പ്രവർത്തിക്കുന്നത് യാന്ത്രിക ഊർജ്ജമായിട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ആവിയന്ത്രം അല്ലെങ്കിൽ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്, ചോദിച്ചിട്ടുള്ളതാണ്. ആവിയന്ത്രം എനർജി കൺവേർഷൻ വന്നു, താപോർജ്ജത്തെ അത് എന്താക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു? യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം.